ലിറ്റററി ലെൻസിന്റെ 72ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്കൊരു ബുക്കിൻ ഐഷാനുസ്രീനാണ്. അപ്പൊ സാനുദ്യം ചെയ്യുന്നു. ഹലോ, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണുന്നില്ലേ? ഓക്കെ. അപ്പോ ബുക്ക് റിവ്യൂ ഒരുപാട് സെഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്താണ്. അപ്പം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു വർക്കാണ് 40 റൂൾസ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് എലിഫ് ഷഫക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുർക്കിഷ് ബ്രിട്ടീഷ് ഓതറിന്റെ വർക്കാണ് എന്താ പറയാ ഈ 40 റൂൾസ് ഓഫ് ലവ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഓതറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ ഒരു ഒരു നോവലിസ്റ്റ് ആണ്, ആക്ടിവിസ്റ്റ് ആണ്, അതേപോലെ പബ്ലിക് സ്പീക്കർ ആണ്. അതുപോലെ ഈ വർക്ക് കൂടാതെ 20 ബുക്സ് ഇവര് എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയത് 40 റൂൾസ് ഓഫ് ലവ് ആണ്. അതിന്റെ ഏകദേശം 7,50,000 കോപ്പീസ് മൊത്തത്തിൽ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. എഴുതുന്ന സമയത്ത് തുർക്കിഷ് ലാംഗ്വേജിലായിരുന്നു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ഇംഗ്ലീഷിലേക്കും അതിനുശേഷം അതിലും കൂടുതലായിട്ട് 50 ലാംഗ്വേജസിലോട്ട് ഈ ഒരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്റ്റോറി പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്കത് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോ ഞാൻ ഇതിന്ന് കുറച്ചൊരു എന്താണ് ബ്രീഫ് എന്നുള്ളത് വളരെ ചുരുക്കി പറയാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റോറി അപ്പൊ നമ്മള് സിനിമ ഒക്കെ കാണുന്ന പോലെ സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി എന്നുള്ള രീതിക്കാണ് ഈ ഒരു വർക്ക് പോകുന്നത്. അപ്പോ ഇതില് നമ്മൾ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒരു ഫാമിലിനെ കാണാൻ പറ്റും. എല്ലാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു ഹൗസ് വൈഫ്, 3 മക്കളും ഹസ്ബൻഡൊക്കെ ആയിട്ട് നല്ല രീതിക്ക് ജീവിച്ചു പോവുകയും പുറത്തുനിന്ന് കാണുന്നവർക്ക് നല്ല രീതിക്ക് ജീവിച്ചു പോവുകയും എന്നാൽ ഉള്ളിൽ ഒരുപാട് കോൺഫ്ലിക്ട്സും എന്താ പറയാ അവരുടെ ഒരു മാരേജ് എന്ന് പറഞ്ഞതിൽ ലവ് ഇല്ല എന്ന് അവള് റിയലൈസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു വർക്കിലേക്ക് വരുന്ന സമയത്ത് കുറെ കാലത്തിന് ഗ്യാപ്പ് ഇവർക്കൊരു 40 ഇയേഴ്സ് ആയിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞതിന് ശേഷം ജോബ് ചെയ്യാൻ ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ജോബ് ട്രൈ ചെയ്യുന്ന സമയത്ത് ജോബ്സ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഹസ്ബൻഡിന്റെ ഒരു ഹെൽപ്പോട് കൂടെ ഒരു ബോസ്റ്റണിലുള്ള ഒരു ലിറ്റററി വർക്കിന്റെ ഒരു കമ്പനിയിൽ ജോലി കിട്ടുകയും അതിൽ ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന വർക്കാണ് സ്വീറ്റ് ബ്ലാസ്ഫമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 13th സെഞ്ചുറി ബേസ്ഡ് വർക്ക് അവളോട് വായിച്ച് റിവ്യൂ കൊടുക്കാൻ പറയുന്നത്. അപ്പൊ ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് അതിന്റെ ഒരു റിവ്യൂ കൊടുക്കുക എന്നുള്ളതായിരുന്നു അവളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്. എന്നാൽ ലൈഫിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയാതെ നിൽക്കുന്ന സിറ്റുവേഷനിൽ അത് വായിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിവ്യൂ പറയാനോ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും പിന്നീട് കുറെ ഫോഴ്സ്ഫുള്ളി ആള് അത് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആ സ്വീറ്റ് ബ്ലാസ്ഫെമി എന്ന് പറയുന്നത് AZ സഹ്റ അല്ലെങ്കിൽ അസീസ് സഹാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓതർ എഴുതിയ വർക്കാണ് ഈ ഒരു നോവലില് പറയുന്നത്. അതുപോലെ അതിൽ പറയുന്ന മേജർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മൗലാന ജലാലുദ്ദീൻ, അല്ലെങ്കിൽ നമുക്ക് അറിയപ്പെടുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പോയിറ്റ് ആണ് റൂമി എന്ന് പറയുന്നത്, സൂഫി പോയിറ്റ്. അപ്പോൾ റൂമിയും അതേപോലെ റൂമിയുടെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഷംസ് ഓഫ് തബ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 2 മേജർ ക്യാരക്ടേഴ്സ് ആണ് ആ ഒരു സ്വീറ്റ് ബ്ലാസ്ഫെമി എന്ന് പറഞ്ഞിട്ടുള്ള നോവലിൽ വരുന്നത്. വായിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈവൻ എല്ലാ എന്ന് പറയുന്നത് നമ്മള് ഒരു 2008 അല്ലെങ്കിൽ ഈ ഒരു മോഡേൺ സെഞ്ചുറിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഓരോ മൈൻഡിലും ഉണ്ടായിരുന്നത് നമ്മൾ ചിന്തിച്ച പോലെ തന്നെ എന്തിന് പഴയ കാലത്തെ സംഭവങ്ങൾ നമ്മൾ വായിക്കണം അല്ലെങ്കിൽ നമ്മൾ അറിയണം, ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ സമൂഹത്തിന് എന്ത് ഗുണമാണുള്ളത് എന്നുള്ള ചോദ്യങ്ങളായിരുന്നു. എങ്കിലും ലൈഫിൽ ഇതുവരെ എടുക്കാത്ത പല ഡിസിഷൻസും ചേഞ്ചും വരുത്താൻ ഈ ഒരു വർക്കിന് ആ എല്ലയുടെ ലൈഫിൽ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം പറയുകയാണെങ്കിൽ സൂഫിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമും സൂഫിസവും വേറെ രീതിക്കാണ് കാണുന്നത്. അപ്പം നോർമലി പറയുകയാണെങ്കിൽ ഇസ്ലാം ബോഡി ആണെങ്കിൽ സൂഫിസം എന്ന് പറയുന്നത് സോൾ ആണെന്നാണ് പൊതുവെ അറിയപ്പെടാറ്. അതായത് ഇപ്പം
നമ്മൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മുസ്ലിംസ് പറഞ്ഞ് വിശ്വസിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് 5 വക്ത് നിസ്കരിക്കണം, നോമ്പെടുക്കേണ്ട സമയത്ത് നോമ്പെടുക്കണം, അങ്ങനെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോലെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഇസ്ലാമിക് എന്ന് പറഞ്ഞിട്ടുള്ളവര്. പക്ഷെ അതേ സമയത്ത് സൂഫിസം വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർ ചിട്ടയില്ല. പകരം അവര് വിശ്വസിക്കുന്നത് ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും ദൈവം കുടിയിരിപ്പുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് തെരഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ ഒരു റിച്വൽ ചെയ്തിട്ടോ അതിന്റെ ആവശ്യമില്ല, അങ്ങനത്തെ വിശ്വാസങ്ങളുടെ ആവശ്യമില്ല എന്നുള്ള രീതിക്കാണ് എന്താ പറയാ സൂഫിസം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിൽ അതേപോലെ ഈ ഒരു വർക്ക് പറയുകയാണെങ്കിൽ 4 സബ് ഡിവിഷൻസ് ആണുള്ളത്. അതിൽ 4 സബ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എർത്ത്, വാട്ടർ, വിൻഡ്, അതേപോലെ ഫയർ. ഇപ്പൊ നമ്മള് പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന പോലെ, പക്ഷെ ഇതിൽ 4 പാർട്ടേ പറയുന്നുള്ളൂ. ഇതില് ഏർത്ത് എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നത് മേജർലി എന്താ പറയാ ഒരു ഫൗണ്ടേഷൻ, അതായത് ഇപ്പൊ കറന്റ്ലി ഒരു കംഫർട്ട് സോണിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ എല്ലനെ സംബന്ധിച്ചിടത്തോളം എല്ലാം മറ്റൊന്നും ചെയ്യാൻ തയ്യാറായിരുന്നില്ല ആസ് എ ഹൗസ് വൈഫ്, അതേപോലെ മദർ എന്നുള്ള രീതിക്ക് ആ ഒരു ഡ്യൂട്ടി മാത്രം കൊണ്ടുപോവുകയും, അതേസമയം സ്വീറ്റ് ബ്ലാസ്ഫമിയുടെ സൈഡിലോട്ട് നോക്കുമ്പോൾ റൂമിക്ക് ഒരു ഫിലോസഫർ എന്നുള്ളതിലുപരി എന്താ പറയാ ഒരു ഓദർ എന്ന് ആവാനോ അല്ലെങ്കിൽ ഒരു പോയിറ്റ് ആവാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് മെയിൻ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഏർത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വാട്ടർ ആണ്. അതായത് നമ്മൾ വെള്ളം എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഒഴുകി പോകാൻ പറ്റുന്ന എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, എന്തിലേക്കും അഡാപ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ വെള്ളം ഏത് പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാലും അത് ആ ഒരു ഷേപ്പിലേക്ക് മാറും, അതായത് അഡാപ്റ്റബിലിറ്റി. അപ്പൊ അതേപോലെ അഡാപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുതിയൊരു ചേഞ്ച് കൊണ്ടുവരുന്നതാണ് അതിൽ മെയിൻ ആയിട്ട്. ഇപ്പം എന്താ പറയാ അതുവരെ എല്ലയ്ക്ക് ഈ AZ സഹാരയുടെ വർക്ക് വായിക്കാനോ ചെയ്യാനോ ഒന്നും ഇഷ്ടമുണ്ടാവാത്ത ഒരാള് പിന്നീട് ഫ്രീക്വന്റ്ലി മെയിൽസ് അയക്കുകയും ആളായിട്ട് ഒരു കൈൻഡ് ഓഫ് കണക്ഷൻ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു ഫ്രണ്ടിനെ കിട്ടിയ പോലെ ആയിരുന്നു ആ സമയത്ത് AZ സഹറ എന്ന് പറയുന്നത് എല്ല റൂബിൻസ്റ്റണിന്. അതേപോലെ എന്താ പറയാ ഈ കുറെ ഇപ്പം പിന്നെ പറയുന്നത് വിൻഡ് ആണ്. വിൻഡ് എന്ന് പറയുന്നത് 3-മത്തെ പാർട്ടാണ്. അതിൽ മെയിൻ ആയിട്ട് ഇന്റലക്ട്, സ്പിരിറ്റ്, കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഒക്കെയാണ്. അതായത് ഒരു ഫ്രണ്ട് ഇപ്പൊ എല്ലയുടെ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലയുടെ റിലേഷൻഷിപ്പ് എന്താ പറയാ ഒരു ഫ്രണ്ട്ഷിപ്പിൽ മുകളിലേക്കായി ഒരു ലവ് റിലേഷൻഷിപ്പിലേക്ക് എത്തുന്ന രീതിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു AZ സഹ്റനായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ കോണ്ടാക്ട് ഉണ്ടായിട്ട്. പിന്നെ എന്താ പറയാ അതേസമയം റൂമിയും പിന്നെ ഷംസ് ഓഫ് തബ്രീസ് മീറ്റ് ചെയ്യുകയും അവര് രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയി മുന്നോട്ട് പോവുകയും, അതായത് റൂമിയുടെ ലൈഫില് ആള് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്കോളർ ആണ്, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, അതേപോലെ വൈഫും കുട്ടികളും പ്രോമിനന്റ് ഫാമിലിയും എല്ലാം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഒരു ഫ്രണ്ട് എന്നുള്ള നിലക്ക് ആള് ഭയങ്കര ഡൗൺ ആയിട്ട് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റിയതും നമുക്ക് വിൻഡിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ പറയുന്നത് ഫയർ ആണ്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഈ ഫയർ എന്ന് പറയുമ്പം എല്ലാ രീതിക്കും, അതായത് പ്യൂരിറ്റി എന്നുള്ള രീതിക്ക് പറയാം, റീബർത്ത് എന്നുള്ള രീതിക്ക് പറയാം, അതേപോലെ ഡിസ്ട്രക്ഷൻ എന്നുള്ള മീനിങ്ങും ഉണ്ട്. അപ്പോ ഇപ്പം ഫൈനൽ ട്രാൻസ്ഫോർമേഷനിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ട്, ലാസ്റ്റിലേക്ക് എല്ലാം വിട്ടെറിഞ്ഞ് അതായത് അതുവരെ ഉണ്ടായിരുന്ന ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി തനിക്ക് ലവ് അല്ലെങ്കിൽ അത് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള രീതിക്ക് AZ സഹ്റയുടെ അടുത്തേക്ക് പോകുന്ന ഒരു ഇതുണ്ട്. അതേപോലെ എന്താ പറയാ റൂമിയുടെ പറയുകയാണെങ്കിൽ ഇപ്പം ആ ഒരു നോവൽ വായിച്ച ആൾക്കാർക്ക് അറിയാം, റൂമി ഫസ്റ്റ് മുതലേ ഒരു സ്വപ്നം കാണുന്നുണ്ട്. അതായത് ഏതോ ഒരു ഫ്രണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ കയ്യില് ക്യാൻഡിൽസ് പിടിച്ചു നിൽക്കുകയും അത് കയ്യിലാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് അത് ഊതാൻ ശ്രമിക്കുകയും പെട്ടെന്ന് ആ ഒരു വ്യക്തിനെ കാണാതാവുകയും അയാളെ തെരഞ്ഞു നടക്കുന്ന സമയത്ത് എല്ലായിടത്തും തെരഞ്ഞ അവസാനം കിണറിലോട്ട് നോക്കുമ്പോൾ 2 കണ്ണ് മാത്രം നോക്കുന്ന പോലെയുള്ള ഒരു സീന് പറയുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും ലാസ്റ്റില് ഷംസ് ഓഫ് തബ്രീസ് എന്താണ് മറ്റൊരാളെയും പേടിക്കാതെ അയാളുടെ ഒപ്പീനിയൻ എന്താണോ എന്നുള്ളത് അതുപോലെ പറയുന്ന ആളായിരുന്നു.
അതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയാ മറ്റു പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ മറ്റു റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള സ്കോളേഴ്സിന് ഇയാളോട് ദേഷ്യം വരികയും ഇയാളെ കൊല്ലാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുകയും അങ്ങനെ 4-5 പേര് വന്നിട്ട് അദ്ദേഹത്തിനെ കൊന്ന് കിണറ്റിലിടുന്നുമുണ്ട്. അപ്പൊ ആ ഒരു സീനും എന്താ പറയാ ഇപ്പം ഡിസ്ട്രക്ഷൻ എന്നുള്ളതും ഇതിന് ഏകദേശം മരണപ്പെട്ട ഒരു 16 വർഷം സങ്കടത്തോടു കൂടി ജീവിച്ചാണ് അവസാനം റൂമി മരണപ്പെടുന്നത്. അതേപോലെ ഒരു എന്താ പറയാ ഈ ഒരു മരണത്തോടു കൂടെ അദ്ദേഹം അതുവരെ വെറും ഒരു ഇസ്ലാമിക് സ്കോളർ മാത്രമായിരുന്ന റൂമി അവസാനം എൻലൈറ്റ് ചെയ്ത് ഒരു പോയറ്റായി മാറുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോ ഇതില് മെയിനായിട്ട് പറഞ്ഞ വെച്ചാല് മേജർലി ഇപ്പം തീംസ് പറയുകയാണെങ്കിൽ ലവ് ആസ് എ പാത്ത് ടു ഡിവൈൻ ട്രൂത്ത്, അതായത് പ്രണയമാണ് എല്ലാത്തിന്റെയും ബേസ് എന്നും നിങ്ങൾ ഒന്നിനെയും പേടിക്കുകയല്ല പകരം ഇഷ്ടപ്പെട്ടാണ് ഓരോരുത്തരെയും അക്സെപ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് കാര്യം അത് റിലീജിയൻ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ എല്ലാത്തിന്റെയും എന്താ പറയാ റിയാലിറ്റി അല്ലെങ്കിൽ ട്രൂത്ത് എന്ന് പറയുന്നത് ലവ് മാത്രമാണ് എന്നാണ്, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് വെറും ലവ് മാത്രമായിരിക്കും. മനുഷ്യന്മാരും ഒക്കെ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യേണ്ടത് ലവ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ നമ്മളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ, അതായത് ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ചേഞ്ച് വരുത്താൻ നമ്മൾ തയ്യാറാവണമെന്നും അതേപോലെ നമുക്ക് നമ്മളെ സ്വയം ഡിസ്കവർ ചെയ്യാനുള്ള പാത്തിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിലെപ്പോഴും എന്താ പറയാ മതവും അതേപോലെ സ്പിരിച്വാലിറ്റി, അതായത് സോളും മതവും തമ്മിലുള്ള ഡിഫറൻസും ഇഷ്യൂസും എപ്പോഴും കാണിക്കുന്നുണ്ട്. അതായത് ഷംസ് ഓഫ് തബ്രീസ് എപ്പോഴും ലവ് അല്ലെങ്കിൽ പ്രണയം എന്നുള്ളതിന് പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് ഷംസ് ഓഫ് തബ്രീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവര് ഈ മറ്റുള്ള സ്കോളേഴ്സ് ഒക്കെ റിലീജിയൻ ഇങ്ങനെ ഭയങ്കര ചിട്ടയോടെ പോണം എന്ന് പറയുമ്പോൾ ഇയാള് മാത്രമാണ് എതിർത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നതിന് പ്രയോറിറ്റി കൊടുക്കുന്നത്. പിന്നെ പറയുന്നത് യൂണിറ്റി, അതിനുശേഷം എന്താണ് ബ്രേക്കിംഗ് സോഷ്യൽ നോംസ് ആൻഡ് സീക്കിംഗ് ഇന്നർ ഫ്രീഡം. ഇപ്പൊ എല്ലയുടെ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒന്നും ചേഞ്ച് ചെയ്യാൻ തയ്യാറാവാതെ ഇരുന്ന എല്ലാ അവസാനം എല്ലാം വിട്ടെറിഞ്ഞു പോകാൻ തയ്യാറാവുന്നുണ്ട്. അതായത് ലവ് ബാക്കി എല്ലാം ഉണ്ട്, ബട്ട് ലവ് എന്ന് പറയുന്ന ഒരു സംഭവം ലൈഫിൽ ഇല്ലെങ്കിൽ ലൈഫ് വെറും വേർത്ത്ലെസ് ആണെന്നുള്ളത് മനസ്സിലാക്കുകയും പണ്ടത്തെ സോഷ്യൽ നോംസ് വെച്ച് നോക്കുകയാണെങ്കിൽ അവൾ ഒരിക്കലും ഭർത്താവിനെയോ കുട്ടികളെയോ വിട്ടു പോവാൻ പാടില്ല, പക്ഷെ അത് വിട്ടുപോയി സ്വയം ഒരു പ്രയോറിറ്റി കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഞാനൊരു 2-3 കോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട് പേഴ്സണലി വായിക്കുന്നതിനിടയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മളെ ലൈഫ് എന്താണെന്നുള്ളത് ചിന്തിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ചില കോട്ട്സ്, ഒരു ഏറ്റവും കൂടുതൽ കോട്ട്സ് ഉള്ള ഒരു വർക്ക് എന്ന് വേണമെങ്കിൽ ഈ ഒരു നോവലിനെ പറയാൻ പറ്റും. അപ്പൊ അതില് ഫസ്റ്റ് തന്നെ എന്താണ് വെച്ചാല് ഡോണ്ട് സെർച്ച് ഫോർ ഹെവൻ ആൻഡ് ഹെൽ ഇൻ ഫ്യൂച്ചർ, ബോത്ത് ആർ നൗ. വെനെവർ വി fall in love we rise to heaven, whenever we hate envy or fight we fall to hell. അതായത് നമ്മൾ എപ്പോഴും ജീവിക്കുമ്പോ എന്താണ് നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുന്നത് നരകത്ത് പോകുന്നു വിചാരിച്ചിട്ടാ. അതായത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ആഫ്റ്റർ ലൈഫ് ഉണ്ട്, ആ ആഫ്റ്റർ ലൈഫിൽ നമുക്ക് നരകം കിട്ടണം അല്ലെങ്കിൽ നരകം കിട്ടിപ്പോവും അല്ലെങ്കിൽ സ്വർഗം കിട്ടണം എന്നുള്ള ഒരു ഫോക്കസിലാണ് നമ്മൾ ഓരോ കാര്യവും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല് എല്ലാം മനുഷ്യരുടെ ഉള്ളിൽ, അല്ലാതെ നമ്മൾ എത്ര കാലം ജീവിക്കുന്നു അത്ര കാലം നരകവും സ്വർഗവും നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ ഒരാളെ അറിഞ്ഞ് സ്നേഹിച്ച് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് സ്വർഗം. അതേപോലെ നമുക്ക് മറ്റൊരാളോട് വൈരാഗ്യം, ദേഷ്യം അല്ലെങ്കിൽ ഒരാളോട് അടി ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മൾ തന്നെയാണ് ഹെല്ലെന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങള് അതായത് ഇപ്പം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ എന്താ പറയാ ലൈഫ് ഉള്ളോടത്തോളം കാലം ഹെല്ലും ഹെവനും ഇവിടെ തന്നെയാണ്, അല്ലാതെ ഒക്കെ അവിടേക്ക് എന്നുള്ള രീതിക്ക് മാത്രം ജീവിക്കാൻ പാടില്ല. എല്ലാവരോടും ഒരേപോലെ സ്നേഹത്തോടെ ജീവിക്കാൻ തയ്യാറായാൽ മാത്രമേ ഹെവൻ എന്ന് പറയുന്നത് ഇവിടെയും അവിടെയും നമുക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത്. അതേപോലെ ഹൗ വി സീ ഗോഡ് ഇസ് ഡയറക്റ്റ് റിഫ്ലക്ഷൻ ഓഫ് ഹൗ വി സീ അവർ സെൽവ്സ്. അതായത് ഇപ്പം ഞാന്
പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും കേൾക്കുന്ന, അല്ലെങ്കിൽ നമ്മളെപ്പോഴും വളർന്നു വരുമ്പോ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം നിസ്കരിക്കാനും അല്ലെങ്കിൽ ഇപ്പൊ നമ്മളോട് പഠിച്ചോന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മളോട് എപ്പോഴും പറയാറുണ്ട് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ നിസ്കരിച്ചില്ലെങ്കിൽ പഠിച്ചോന്റെ അടുത്തുനിന്ന് ശിക്ഷ കിട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് എപ്പോഴും ഗോഡിന് അല്ലെങ്കിൽ ദൈവത്തിന് ഒരു നെഗറ്റീവ് ഇന്റർപ്രിട്ടേഷൻ ആണ് കൊടുക്കുക. കുട്ടികളുടെ ഉള്ളിൽ പേടിയാണ് ദൈവം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന ഇമോഷൻ. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പൊ നമ്മള് ആസ് പീപ്പിൾ, നമ്മൾ ആസ് എ പേഴ്സൺ ചെയ്യേണ്ട കാര്യം എന്നുള്ളത് ദൈവത്തിനെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സ്നേഹിച്ചിട്ട് ഓരോന്ന് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ദൈവത്തിനെ എങ്ങനെയാണോ കാണുന്നത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ദൈവം. അതായത് നമുക്ക് ഒരാൾ ദൈവം എന്ന് പറയുമ്പോൾ പേടിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ തോട്ടിലുള്ള പേടി അതുപോലെ ആയിരിക്കും നിനക്കും പടച്ചോനുണ്ടാവുക. അതേസമയം നീ സ്നേഹത്തോടെയാണ് ആ ഒരു വ്യക്തി ദൈവത്തിനെ കാണുന്നതെന്നുണ്ടെങ്കിൽ അതേ രൂപത്തിൽ തന്നെയായിരിക്കും ദൈവം നിന്നോടും തിരിച്ചുണ്ടാവുക എന്നുള്ളത്. അതായത് ഇന്റർപ്രിട്ടേഷൻ, നമ്മളെ ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ചിരിക്കും ദൈവം എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ വാട്ട് എവർ യു സ്പീക്ക് ഗുഡ് ഓർ ഈവിൾ വിൽ റിട്ടേൺ ടു യു, ദർഫോർ ഓൾവേസ് സ്പീക്ക് വിത്ത് ലവ്. അതായത് ഇപ്പൊ നമ്മൾ കർമ്മ ഇസ് എ ബൂമറാങ് എന്നൊക്കെ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ രണ്ടും നമ്മളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് കാര്യം പറയുമ്പോഴും നമ്മളെ ഇന്റൻഷൻ എന്താന്നുള്ളത് മുകളിൽ ഇരിക്കുന്ന ഒരാൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ നല്ല രീതിക്കാണ് അത് നമ്മൾ ഓരോന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പോലും അതൊരു വിഷയമല്ല. പകരം നമ്മൾ എന്താണോ മനസ്സുകൊണ്ട് നമ്മൾ നല്ലത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നതും നല്ലതായിരിക്കും. നമ്മൾ മോശമുള്ളതാണ് ആഗ്രഹിക്കുന്നത്, മറ്റൊരാൾക്ക് മോശം വരാനാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്കും മോശമേ വരുത്തുള്ളൂ എന്നുള്ള കാര്യം റിയലൈസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരാളോട് സംസാരിക്കുമ്പോഴും മറ്റൊരാളോട് പെരുമാറുന്ന സമയത്തും നമ്മൾ എന്താണ് യു ഷുഡ് ബി ഇൻ റെസ്പെക്ട് ടു ലവ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബുക്കിന്റെ റിവ്യൂ. ഐ തോട്ട് എവ്രി വൺ അണ്ടർസ്റ്റുഡ്. താങ്ക് യു. താങ്ക് യു ആയിഷ. ആയിഷ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഫീഡ്ബാക്കിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നഫീദനെ വെൽക്കം ചെയ്യാം. ഹായ് എവരി വൺ. ഐഷ നുസ്രീൻ നമ്മളെ ഈ 40 റൂൾസ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിനെ പറ്റി നമുക്ക് നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ ഓരോ കോഡ്സും ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞ കാരണം കുറേയൊക്കെ ആ ഒരു കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചില കോഡ്സ് ഒക്കെ അതൊക്കെ നന്നായിട്ട് പറഞ്ഞു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ബുക്കിനെ പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, കേട്ടിട്ടില്ല. ഇനി വായിക്കണം എന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് ഫീഡ്ബാക്ക് പറയാൻ സഫ്വാനെ ക്ഷണിക്കുന്നു. ഹായ് എവരി വൺ. ഐഷ നസ്രി നന്നായിട്ടാണ് നമുക്ക് ഈ ഒരു ബുക്കിനെ പറ്റിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇൻസ്റ്റയിൽ നമ്മൾ കൂടുതൽ റീൽസും ഈ ഒരു ബുക്കിനെ പറ്റിയിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്കത് വായിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഐഷ നസ്രി അതിലത്തെ കുറച്ച് കോഡ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഇതൊന്ന് വായിക്കണം എന്ന് തോന്നി. നല്ല രീതിയിൽ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. താങ്ക് യു ഐഷ. അപ്പൊ നമുക്ക് സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഇതില് ആയിഷയ്ക്കും എല്ലാ ഫീഡ്ബാക്ക് പറഞ്ഞവർക്കും പങ്കെടുത്തവർക്കും എല്ലാവർക്കും നന്ദി. താങ്ക് യു ആൾ.